ഒന്നാമത്തെ ചോദ്യം, വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി, സഹോദരൻ അയ്യപ്പൻ. ചോദ്യം 2, നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. രണ്ടാമത്തെ പ്രസ്താവന, നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്യുക. ശരിയായത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 2 ശരിയാണ്. ചോദ്യം 3, ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, മഹാരാഷ്ട്ര. ചോദ്യം 4, സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, CR ദാസ്, മോത്തിലാൽ നെഹ്റു. CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. ചോദ്യം 5, 2 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യവും മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവവുമായാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഗ്ലോറിയസ് റവല്യൂഷൻ. ചോദ്യം 6, താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക. താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. ബാക്കി 3 ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങളാണ്. ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാകുക, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തുസൂക്ഷിക്കുക. അടുത്ത ചോദ്യം, പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, മാൻഡിൽ. ചോദ്യം 8, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, കറുത്ത മണ്ണാണ്. ചോദ്യം 8, ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവശ്യയാണിത്. ചോദ്യം 10, ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, സ്ട്രാറ്റോസ്ഫിയർ. ചോദ്യം 11, കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇൽമനൈറ്റ്. അടുത്ത ചോദ്യം, സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനമെന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, കർണാടക. ചോദ്യം 13, ഇന്ത്യയിൽ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1951. നീതി ആയോഗ് സ്ഥാപിതമായ വർഷം? 2015. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം. അതായത് സാമ്പത്തിക വളർച്ച, സാമൂഹിക സമത്വവും സ്വയം പര്യാപ്തതയും ആധുനികവൽക്കരണം, ഇവയെല്ലാം പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളായിരുന്നു.
ഉത്തരം ഓപ്ഷൻ ഡി. ചോദ്യം 16. ഇന്ത്യയിൽ GDP കണക്കാക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, CSO, അതായത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ചോദ്യം 17ാമത്തെ ചോദ്യം. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേര് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഡിജിറ്റൽ ഇന്ത്യ. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, MS സ്വാമിനാഥൻ. അടുത്ത ചോദ്യം. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആര്? ഉത്തരം ഓപ്ഷൻ ബി, സുമൻ ബറി. ചോദ്യം 20. ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉം മാത്രം. ഒന്നാമത്തേത് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. 3, അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. ഇത് രണ്ടുമാണ് 42ാം ഭേദഗതിയുമായിട്ട് ശരിയായ പ്രസ്താവന. ചോദ്യം 21. താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആര്? ഉത്തരം ഓപ്ഷൻ സി, അക്കമ്മ ചെറിയാൻ. ചോദ്യം 22. കൂടുതൽ അധികാരത്തോട് കൂടിയ കേന്ദ്ര ഗവൺമെൻറ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ബി, കാനഡ. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം മാത്രം. 2, ലോക്സഭയിൽ മുഴുവൻ MP-മാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. 3, രാജ്യസഭയിലെ മുഴുവൻ MP-മാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. നെക്സ്റ്റ് ചോദ്യം. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെ കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വനം. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെ കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം വനമാണ്. ചോദ്യം 25. അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? ഉത്തരം ഓപ്ഷൻ സി, 4 വർഷത്തേക്കാണ്. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? ഉത്തരം ഓപ്ഷൻ ഡി, പോർച്ചുഗൽ. അടുത്ത ചോദ്യം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1 മാത്രം. അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്, അത് മാത്രമാണ് ശരി. ബാക്കി രണ്ടെണ്ണവും തെറ്റാണ്. അടുത്തത് 28ാമത്തെ ചോദ്യം. കാലക്രമത്തിൽ എഴുതുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, 3, 1, 2, 4. 3 പണ്ടാരപ്പാട്ട വിളംബരമാണ് ആദ്യം നടന്നത്. 1 കൊച്ചി കുടിയാന്മ നിയമം, 2 മലബാർ കുടിയാന്മ നിയമം, 4 കേരള സ്റ്റേറ്റ് ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട്. അടുത്തത് 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്.
ചോദ്യം 30. തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി, ഒന്ന് മാത്രം. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇടുക്കി, കാസർഗോഡ് ജില്ലകളാണ്. അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ബാക്കി രണ്ടും ശരിയാണ്. 2ഉം 3ഉം ശരിയാണ്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവർത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ചുമതല ഗ്രാമപഞ്ചായത്തുകൾക്കാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ കേരളത്തിലെ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കിയ പദ്ധതിയാണ് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി. അടുത്ത ചോദ്യം. കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് എതിരെയുള്ള ശിക്ഷണ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഭാഗം 5. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം. ചോദ്യം 32. ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി. ഉത്തരം ഓപ്ഷൻ ബി, മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. നെക്സ്റ്റ് ചോദ്യം. 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, പട്ടികവർഗ വിഭാഗങ്ങളുടെ. നെക്സ്റ്റ് ചോദ്യം. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? ഉത്തരം ഓപ്ഷൻ സി, മെലാറ്റോണിൻ. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെ? ഉത്തരം ഓപ്ഷൻ ഡി, ഇൻഡോ ബർമ, വടക്ക് കിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, പാൽ, മുട്ട എന്നിവയിൽ കാണുന്നു. അത് തെറ്റാണ്. ബാക്കി 3 ഓപ്ഷനും ശരിയാണ്. ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ യുവത്വം നിലനിർത്തുന്നു, രോഗപ്രതിരോധ ശേഷി, മോണയുടെ ആരോഗ്യം എന്നിവ പ്രദാനം ചെയ്യുന്നു. അടുത്തത് വർണ്ണാന്തതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. കാരണം എന്ത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കോൺകോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ട്. അടുത്ത ചോദ്യം. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം. ഉത്തരം ഓപ്ഷൻ സി, EEG ആണ്. നെക്സ്റ്റ് ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. അടുത്ത ചോദ്യം. കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, അസ്ട്രാസെനെക്ക. നെക്സ്റ്റ് ചോദ്യം. വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? ഉത്തരം ഓപ്ഷൻ സി, പോളോ പോണി. അടുത്തത്. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം.
ഉത്തരം ഓപ്ഷൻ സി. 43-ാമത്തെ ചോദ്യം. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 40 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്ര? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 20. അടുത്ത ചോദ്യം. ഒരു ഹൈഡ്രോളിക് ജാക്കിൻ്റെ പ്രവർത്തനം ഡാഷ് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്. ഉത്തരം ഓപ്ഷൻ ബി, പാസ്കൽ നിയമം. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ റോവർ എന്നാണ്. ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. ദ്രവ്യത്തിൻ്റെ 5-ാമത്തെ അവസ്ഥ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അടുത്ത ചോദ്യം. ഗൺ മെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, കോപ്പർ, സിങ്ക്, ടിന്ന്. ഉത്തരം ഓപ്ഷൻ ബി, കോപ്പർ, ടിൻ, സിങ്ക്. അടുത്ത ചോദ്യം. ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH. ഉത്തരം ഓപ്ഷൻ എ, 5. ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം. ഉത്തരം ഓപ്ഷൻ എ, ടേബിൾ സാൾട്ട്. ചോദ്യം 50. ദ്രവ്യത്തിൻ്റെ എത്രാമത്തെ അവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? 7 അവസ്ഥകളാണ് ഉണ്ടായിരുന്നത്. 8-ാമത്തെ അവസ്ഥ കണ്ടെത്തി. അതാണ് ഓപ്ഷൻ ഡി, ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ്. 8 അവസ്ഥകൾ ഇതൊക്കെയാണ്. ഒന്നാമത്തേത് ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ, ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ്. അടുത്ത ചോദ്യം. ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകം. ഉത്തരം ഓപ്ഷൻ സി ആണ്, ലിഥിയം. അടുത്ത ചോദ്യം. ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ എ. ചോദ്യം 53. ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, തോരണയുദ്ധം. ചോദ്യം 54. ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. ചോദ്യം 55. മുസിരിസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചി. ചോദ്യം 56. ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എല്ലാം തെറ്റാണ്. അടുത്ത ചോദ്യം. കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതി. അടുത്ത ചോദ്യം. ആരോഗ്യ കിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ. അടുത്ത ചോദ്യം. ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏത്? ഉത്തരം ഓപ്ഷൻ സി, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ.
സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, മായ OS, മായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നെക്സ്റ്റ് ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ക്ലൗഡ് അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റം ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ എ, ബ്ലൂറേ ഡിസ്ക്. നെക്സ്റ്റ്, ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി, ഇമെയിൽ വൈറസ് വ്യാപനം നടക്കുകയില്ല. ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ബാക്കിയെല്ലാം ശരിയാണ്. ഇമെയിൽ മുഖാന്തരം ചിത്രങ്ങൾ, ഓഡിയോ, വീഡിയോ മുതലായവ അയക്കാവുന്നതാണ്. പേപ്പർ ഉപയോഗിക്കാത്തത് കാരണം ഇമെയിൽ പരിസ്ഥിതി സൗഹാർദ്ദമാണ്. ഇമെയിൽ മുഖാന്തരം ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം മെസ്സേജ് അയക്കാവുന്നതാണ്. ഇതെല്ലാം ശരിയാണ്. ചോദ്യം അടുത്തത്, പോക്സോ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 2012. അടുത്ത ചോദ്യം, ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. നെക്സ്റ്റ് ചോദ്യം, ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിനിരയായ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസം തേടാനാകും? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. സംരക്ഷണ ഉത്തരവുകൾ, താമസ ഉത്തരവുകൾ, പണ ആശ്വാസം. അടുത്ത ചോദ്യം, ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1 വർഷം വരെ തടവോ 20,000 വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും. നെക്സ്റ്റ് ചോദ്യം, NHRC ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു? ഉത്തരം ഓപ്ഷൻ സി, 6 അംഗങ്ങൾ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ 6 അംഗങ്ങൾ ഉൾപ്പെടുന്നു. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് നിഷേധിക്കാവുന്നതാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. അതായത് ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയും മുൻവിധി കാണുക, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക താൽപ്പര്യങ്ങളെ ബാധിക്കുന്നു, ഏതൊരു വ്യക്തിയുടെയും ജീവനോ ശാരീരിക സുരക്ഷയോ അപകടത്തിലാക്കുക. അടുത്ത ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടത്? ഉത്തരം ഓപ്ഷൻ സി, കേന്ദ്ര സർക്കാർ.